വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ. 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. തണുപ്പ് കൂടി മനം മറന്ന് മാവുകൾ പൂത്തു. ഇക്കുറി നാടൻ മാമ്പഴം സുലഭമാവും. കാലാവസ്ഥാ വ്യതിയാനം കാരണം വർഷങ്ങളായി മലയോരത്ത് കാർഷിക നഷ്ടമാണ് ഉണ്ടാവാറുള്ളത്. ഇക്കുറി അതിന് മാറ്റം വരുമെന്ന കണക്കുകൂട്ടലിലാണ് കർഷകർ. ഇത്തവണ ഏറെ പ്രതീക്ഷയിലാണ് കർഷകർ. ഈ വർഷം ആഴ്ചകളായി ഉയർന്ന തണുപ്പാണ് മലയോരത്ത് അനുഭവപ്പെട്ടത്. ഇത് മേഖലയിലെ റബ്ബർ, മാവ് എന്നിവയ്ക്ക് നല്ല കാലമാണ് സമ്മാനിച്ചത്. നാടൻ മാവുകൾ എല്ലായിടത്തും നിറഞ്ഞ തോതിലാണ് പുഷ്പിച്ചിട്ടുള്ളത്. മാവുകൾ അസാധാരണമായി പൂത്തത് ഇക്കുറി നാടൻ മാമ്പഴങ്ങൾ സുലഭമാകുമെന്നാണ് പ്രതീക്ഷ നൽകുന്നത്. പ്രാവശ്യം മാവുകളൊക്കെ പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മാവ് പൂത്തു നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷം വരും. നമ്മൾ സാധാരണ ഒരു ചൊല്ലുണ്ട്, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും അധികം സന്തോഷിക്കണ്ട. എങ്കിൽ പോലും നമുക്ക് ഈ വർഷം കൂടുതൽ മാവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇടതെറ്റുള്ള മഴ പെയ്താൽ ഇത്രയും കാലം നമ്മളൊക്കെ പറഞ്ഞു നടന്നതിന് അത് ഭയങ്കര അപകടമാണെന്ന്. പക്ഷെ ഇതിലൊരു പിന്നിലൊരു ശാസ്ത്രമുണ്ട്. ഇടക്ക് മഴ തെറ്റി വരണം, എങ്കിൽ മാത്രമാണ് ആ മാവ് നിലനിൽക്കുള്ളൂ. കാരണം അതിന്റെ പിന്നിൽ വേറെ സത്യം കൂടിയുണ്ട്. ഇങ്ങനെ എല്ലാ ഇതും പൂത്ത് എല്ലാം കണ്ണിമാങ്ങായി മാവായിക്ക അതോടുകൂടി ആ മാവ് പൊട്ടി വീഴുക. കാരണം അത് താങ്ങാതെ കരുത്തുണ്ടാവില്ല. അപ്പൊ ഇടതെറ്റുള്ള മഴ ഒരു മാവിന് താങ്ങാൻ പറ്റുന്ന മാവേ അതിമ കായ്ക്കാൻ പാടുള്ളൂ. അപ്പൊ ഇഷ്ടംപോലെ പൂത്തു എന്ന് ഇപ്പത്തെ ഇത് വെച്ചിട്ട് ഇനിയും ഇടതെറ്റിയുള്ള മഴ നമുക്ക് പ്രതീക്ഷിക്കാം തന്നെയാണ്. ഇല്ലെങ്കിൽ മാവിനെ ഇല്ലാതാവും. അപ്പൊ ഈ കാഴ്ച എന്തായാലും ചില കാര്യങ്ങളിൽ പ്രകൃതി നമുക്കനുസരിച്ച് ജീവിക്കും. നമ്മൾ പ്രകൃതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ കൂടി ഇപ്പൊ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിട്ട കാര്യം അന്ന് ചക്ക കണ്ടമാനില്. അതുകൊണ്ട് ചക്ക കൂട്ടാന് അതോ ചക്കയുടെ ഇല പോലും പിന്നെ അതായത് പ്ലാവില കൊണ്ട് പോലും ഉപ്പേരി ആൾക്കാർ കണ്ടുപിടിച്ചു, ചക്കപ്പായസം. അപ്പൊ കാലത്തിനനുസരിച്ചുള്ള മാറ്റം. ചില കാലങ്ങളിൽ മാവ് തീരെ പൂക്കൂല. അപ്പൊ അതിനനുസരിച്ച് പകരം വേറെ പഴമായിരിക്കും. അത് പ്രകൃതി നമ്മളെ കാലാവസ്ഥക്കനുസരിച്ചും നമ്മുടെ ശരീരത്തിന് വേണ്ടതിനനുസരിച്ച് ഉൽപാദനമാണ് കൂട്ടുക. കഴിഞ്ഞ വർഷം റാംബുട്ടാൻ ഇഷ്ടം പോലെ പൂത്തു, അത് ഇഷ്ടം പോലെ പൊഴിഞ്ഞു പോയി. അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറും. സാധാരണ നിലയിൽ മാവും പ്ലാവും പൂക്കണമെങ്കിൽ തണുപ്പും മഞ്ഞുവീഴ്ചയും ആവശ്യമാണ്. ഇത്തവണ 1 മാസത്തോളം കടുത്ത തണുപ്പും മഞ്ഞുവീഴ്ചയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞുവീഴ്ച കുറഞ്ഞെങ്കിലും രാവിലെ മോശമില്ലാത്ത തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. നീണ്ടുനിന്ന തണുപ്പ് കാരണം റബ്ബർ കർഷകരും നല്ല പ്രതീക്ഷയിലാണ്. തണുപ്പ് കൂടുന്തോറും റബ്ബർ പാലിന്റെ അളവ് വർദ്ധിക്കും. ഇത് റബ്ബർ ഉൽപാദനം കൂട്ടും. തണുപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായി മഴ പെയ്താൽ മാമ്പൂവ് കൊഴിഞ്ഞു പോകാനും കരിഞ്ഞു പോകാനും ഇടയാക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മാമ്പഴങ്ങളെക്കാൾ ഏറ്റവും രുചിയും ഗുണമേന്മയുമുള്ളതാണ് നാടൻ മാമ്പഴങ്ങൾ. പൂവുകൾ വിരിഞ്ഞ് കായ് പിടിക്കുന്നതുവരെ മഴ പെയ്യരുതേ എന്ന പ്രാർത്ഥനയിലാണ് മാമ്പഴ സ്നേഹികൾ. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ.